ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടും, ഇപ്പം മുല്ലപ്പെരിയാർ. എത്ര നാളായി നമ്മൾ ഇത് കേൾക്കും. വർഷത്തിലൊരിക്കൽ പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റിയിൽ ഇവർ പണമടയ്ക്കുന്ന ദിവസം അവിടെ വലിയ ഫീസ്റ്റാണ്, ആഘോഷമാണ്, ഉദ്യോഗസ്ഥർക്ക് പൈസ കിട്ടുന്ന സമയമാണത്. ഇത് ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാമിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ അതിന്റെ ഭാരമാണത്. ആ ഭാരം കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഭാരത്തിന് പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ആ ഡാമിന്റെ സേഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പാരാമീറ്റർ. ഇവിടെ ഭാരം ആഡ് ചെയ്തിട്ടുണ്ട്. ഭാരത്തിന് കുറവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിലേക്ക് കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ ഡാം ശരിക്കും ഇപ്പോൾ ഉള്ളിലാണ്, അതിന്റെ പുറത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ആണ്. അങ്ങനെ ആഡ് ചെയ്ത് ഇതൊരു പുതിയ ഡാമിന്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും അതിലുണ്ട്. കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ബജറ്റ് ചെയ്തിട്ടുണ്ട്. ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിഞ്ഞ് ഈ വെള്ളം തമിഴ്നാടിന് കൊടുക്കുമ്പോൾ ഇത് പുതിയ കരാറാണ്. ഏതാണ്ട് ഈ 10 ലക്ഷത്തിന് പകരം തമിഴ്നാട് ഏകദേശം 1000 കോടി രൂപയ്ക്കെടുത്ത് ഈ വെള്ളത്തിന്റെ ഇതായിട്ടും ഈ ഡാമിന്റെ മെയിൻ്റനൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിന് കൊടുക്കണം. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. 10 ലക്ഷം രൂപയ്ക്ക് പകരം നാളെ മുതൽ തമിഴ്നാട് ഈ കരാറ് പുതുക്കി 500 കോടി രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ അതിനൊരു വന്നു കഴിഞ്ഞാൽ അന്ന് ഈ വിവാദം നിൽക്കുകയും ചെയ്യും. മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. ഈ വെള്ളം പൊങ്ങുമ്പോൾ എല്ലാവരുടെയും ഭയം എന്ന് പറയുന്നത് ഇത് ഏത് നിമിഷവും പൊട്ടാം എന്ന രീതിയിലേക്കൊക്കെയാണ്. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പറയുന്നുണ്ട് അതിന്റെ ജലനിരപ്പ് വീണ്ടും ഉയർത്തും എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുകയാണ് ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം എന്നുള്ള രീതിയിൽ. സത്യത്തിൽ എന്താണ് ഈ മുല്ലപ്പെരിയാറിൽ സംഭവിക്കുന്നത്? അത്ര പെട്ടെന്ന് ഇത് പൊട്ടുമോ, അല്ലെങ്കിൽ ജലനിരപ്പ് ഉയർന്നത് കൊണ്ട് മാത്രമാണോ അത് പൊട്ടുന്നത്? നമ്മൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിനെ നമ്മൾ സമീപിക്കേണ്ടത് അതിനെ ഈ അതിവൈകാരികമായിട്ടല്ല, അതിനെ ശാസ്ത്രീയമായിട്ട് ശരിക്കും വിലയിരുത്തുകയും സമീപിക്കുകയാണ് വേണ്ടത്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടും, ഇപ്പം മുല്ലപ്പെരിയാർ. എത്ര നാളായി നമ്മൾ ഇത് കേൾക്കുന്നു. നോക്കൂ, ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് വലിയൊരു ഡാം, വലിയ ഡാം, 100 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. ഇപ്പൊ ഇതിന്റെ ഈ വിമർശകർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇതിന് 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. ഏതൊരു നിർമ്മിത വസ്തുവിനും ഒരു ലൈഫുണ്ട്, അതിന്റെ ലൈഫ് കഴിഞ്ഞതാണ്, അത് കുമ്മായവും ശർക്കരയും ചേർത്തുണ്ടാക്കിയ സാധനമാണ്. ഇത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നോക്കൂ, ഇന്ത്യയിൽ 200-ലധികം ഡാമുകളുണ്ട് 100 വർഷത്തിലേറെ പഴക്കമുള്ള. ലോകത്തിൽ തന്നെ ഏതാണ്ട് 6000 ഡാമുകളുണ്ട്, വലിയ ഡാമുകൾ, ഈ 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഡാം. ഈ ഡാമിന്റെ പഴക്കം കൊണ്ട് ഡാമിന്റെ ബലം കുറയും എന്നൊരർത്ഥമില്ലാതെ ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഡാമുകൾ ധാരാളം ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഡീകമ്മീഷൻ ചെയ്ത ഡാമുകളെല്ലാം തന്നെ അതിൻ്റെ ബലക്കുറവോ സുരക്ഷിതത്വമോ കൊണ്ടല്ല. കാര്യം ഈ ഡാം പണിഞ്ഞു കഴിഞ്ഞ് അവിടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ട്, ജലജീവികളുടെ ആവാസ വ്യവസ്ഥ തകരുക, പരിസ്ഥിതി നാശം, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ധാരാളം ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഈ കെട്ടിയ വലിയ ഡാമുകൾ, കാര്യം ആ ഡാം കെട്ടിക്കഴിഞ്ഞ് പ്രകൃതി അതിനോട് ആ ഒരു പുതിയ എക്കോസിസ്റ്റം അവിടെ രൂപപ്പെട്ട് അങ്ങനെ അതൊരു പ്രകൃതിയുടെ ഭാഗമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മുല്ലപ്പെരിയാർ തന്നെ ഈ ഏതാണ്ട് 79 മുതൽ 82 വരെയുള്ള കാലത്ത് വളരെ വലിയ റീഇൻഫോഴ്സ്മെന്റ് പരിപാടികൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ ഡാമിൻ്റെ താഴെ വരെ, അടിത്തട്ട് വരെ, ഫൗണ്ടേഷൻ വരെ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക, 6 ഇഞ്ച് വീതിയുള്ള ഒരു ദ്വാരം അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റും പൈപ്പ് ഇടുക, അതുപോലെ ഡാമിനെ കോൺക്രീറ്റ് കൊണ്ട് പൊതിയുക, അങ്ങനെയുള്ള ഒരുപാട് റീഇൻഫോഴ്സ്മെന്റ് അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എ ന്യൂ ഡാം. അതായത് ഈ ഡാം പൊട്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല സയന്റിഫിക്കലി. പിന്നെ ഈ ഇവിടെ 6.5 മുകളിൽ റിക്ടർ സ്കെയിലൊക്കെ വരുന്ന വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അതൊന്നല്ല എന്ത് സംഭവിക്കുക, അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. നോർമലി ഈ ഡാം ഇല്ല പൊട്ടില്ല, അത് അങ്ങനെ പൊട്ടില്ല. കാര്യം ഇതിന്റെ അലൗഡ് ആയിട്ടുള്ള ജലനിരപ്പ് തന്നെ 152 അടിയുണ്ട്.
പിന്നെ കൂടുതൽ ഈ ബഹളവും സെക്യൂരിറ്റിയും ഇങ്ങനത്തെ ആ ഒരു വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത് 136 അടിയായിട്ട് കുറച്ചത്. ഇതിന്റെ പ്രശ്നം എവിടെയാ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേരളം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്കത് ഒറ്റ ഇതിലത് ന്യായമാണെന്ന് ശരിയാണെന്ന് തോന്നുന്നു. അതായത് കേരളത്തിന്റെ ചെലവിൽ ഡാം ഉണ്ടാക്കിക്കൊള്ളാം, എന്നിട്ട് ആ വെള്ളം തമിഴ്നാട്ടിന് കൊടുത്തോളാം. ഇതിന്റെ അകത്തൊരു ന്യായം നമുക്ക് തോന്നും, ഉണ്ടാവും. ഇവിടെ പ്രശ്നം എന്താ വരുന്നതെന്നറിയാമോ രേഷ്മ? 1970 ഇവര് അച്യുതമേനോൻ സർക്കാർ, അന്ന് കോൺഗ്രസിന്റെ UDFന്റെ ഭാഗമായിരുന്ന UDF സർക്കാർ തമിഴ്നാടുമായിട്ട് ഉണ്ടാക്കിയ ഒരു കരാറാണിത്. ആ കരാറ്, ഈ ഡാമിന്റെ ഈ കരാർ പ്രകാരം 999 വർഷത്തേക്ക് ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം വർഷാവർഷം കേരളത്തിന് ഈ വെള്ളത്തിന്റെ പൈസയായിട്ട് ഇതിന്റെ പ്രതിഫലമായിട്ട് കൊടുക്കേണ്ടത് 10 ലക്ഷം രൂപയാണ്. ഇതൊരു വലിയ ചതിയായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന് കേരളത്തിനോട് ചെയ്തത്. ഈ 10 ലക്ഷം രൂപയാണ് ഇപ്പോഴും തമിഴ്നാട് സർക്കാർ കൊടുക്കുന്നത്. ഇത് പെരുമ്പാവൂര് വാട്ടർ അതോറിറ്റി അല്ല, കൊടുക്കാൻ പറ്റില്ല. ഇല്ല, ഈ 10 ലക്ഷം അത് ആ കരാറാണെന്നേ, അത് നമ്മൾ തന്നെ ഒപ്പിച്ച പണിയാണിത്. ഈ 10 ലക്ഷം രൂപയാണ്. 30 വർഷം കൂടുമ്പോ അത് പുതുക്കണം എന്നുള്ളൊരു നിയമം കൂടി ഇല്ലേ? മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ TV ശിവരാജ് അന്ന് കേന്ദ്രം പുറത്താക്കിയ ഒരാളായിരുന്നു. ഇന്ന് തമിഴ്നാടിന്റെ സേഫ്റ്റി കമ്മീഷണർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ജനങ്ങളെ പേടിപ്പിക്കുകയാണ്. മഴ പെയ്യുമ്പം പൊട്ടും എന്ന് പറയുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് വൽക്കരിക്കുന്ന രീതിയിലായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ പോകുന്നത് ഇപ്പോ. അതെ, ഞാൻ അതിലേക്ക് ഞാൻ വരാം. അതായത് ഈ വർഷാവർഷം ഈ 10 ലക്ഷം രൂപ തമിഴ്നാട് ഗവൺമെന്റ് അടയ്ക്കുന്നത് പെരുമ്പാവൂർ ഇവിടെയാണ്, വാട്ടർ അതോറിറ്റിയിലാണ് അടയ്ക്കുന്നത്. അന്ന് അവിടെ ഉത്സവമാണ്. ഈ കേരളത്തിലെ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കും ഇവിടെ കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ബജറ്റിലുണ്ട്, ബജറ്റഡ് എമൗണ്ട് ഉണ്ട്. ഈ സത്യത്തില് ഇപ്പം ഒരു പുതിയ ഡാം അവിടെ പണിയുകയാണെങ്കിൽ ഈ പഴയ ഈ ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിഞ്ഞ് ഈ വെള്ളം തമിഴ്നാടിന് കൊടുക്കുമ്പോൾ ഇത് പുതിയ കരാറാണ്. ഏതാണ്ട് ഈ 10 ലക്ഷത്തിന് പകരം തമിഴ്നാട് ഏകദേശം 1000 കോടി രൂപയ്ക്കെടുത്ത് ഈ വെള്ളത്തിന്റെ ഇതായിട്ടും ഈ ഡാമിന്റെ മെയിൻ്റനൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിന് കൊടുക്കേണ്ടി. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. ഇത് മാത്രമാണ് ഇവിടുത്തെ ഇഷ്യൂ. അല്ലാതെ ഈ ഡാമിന്റെ സേഫ്റ്റിയോ, തമിഴ്നാട് അതിന് സമ്മതിക്കാത്തതിന്റെ കാരണം അത് തന്നെയാണ്. ഡാമിന്റെ സേഫ്റ്റി അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇവിടെ സുപ്രീം കോടതിയിൽ എത്ര കാലമായിട്ട് കേസ് നടക്കും. ഈ ഡാമിന്റെ സേഫ്റ്റി പറഞ്ഞിട്ടാണ് ഈ കേരളം പോകുന്നത്. എന്നാൽ അതിനെ ഏതെങ്കിലും വിദഗ്ധരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആരാണ് അഭിപ്രായം പറയേണ്ടത്? ഇതിന്റെ വിദഗ്ധരാണ്. ഇവിടെ അഭിപ്രായം പറയുന്നതും ബഹളം വെക്കുന്നതും മുഴുവൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ചില തൽപര കക്ഷികളും മാത്രമാണ്. ഈ ടെക്നിക്കലി ആൻഡ് എഞ്ചിനീയറിംഗ് വൈസ് സയന്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. കാര്യം ഇന്ത്യയിലും ലോകത്തിലും ഇതിനൊക്കെ ഉദാഹരണങ്ങളൊക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, അന്ന് 1970 അന്നത്തെ അച്യുതമേനോൻ സർക്കാർ എടുത്ത ഏറ്റവും വലിയൊരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറാണ് അന്നത്തെ ആ കരാർ. ആ കരാറാണ് തമിഴ്നാടിന്റെ ഏറ്റവും വലിയ പിടിവള്ളി. തീർച്ചയായും കേരളത്തിന് അർഹതയുള്ള പണം ഇപ്പം ഒരു കാര്യം നോക്കിക്കോളൂ. ഇതിന് ഈ 10 ലക്ഷം രൂപയ്ക്ക് പകരം നാളെ മുതൽ തമിഴ്നാട് ഈ കരാറ് പുതുക്കി 500 കോടി രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ അതിനൊരു വന്നു കഴിഞ്ഞാൽ അന്ന് ഈ വിവാദം നിൽക്കുകയും ചെയ്യും. കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാം നിൽക്കുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. ഇത് ഒരു ഹാർഡ് റിയാലിറ്റിയാണ്, ഒരു അൺകംഫർട്ടബിൾ റിയാലിറ്റിയാണ്. പക്ഷേ ഇത് നമ്മുടെ ജസ്റ്റിസ് KT തോമസ്, റിട്ടയർഡ് ജസ്റ്റിസ് ഉണ്ടല്ലോ, സുപ്രീം കോടതി ജസ്റ്റിസ് KT തോമസിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് അദ്ദേഹത്തിനെ ഇവിടുന്ന് എല്ലാവരും എന്തൊക്കെയാണ് പറഞ്ഞത്, കേരളത്തിനെ ചതിച്ചു, പിന്നിൽ നിന്ന് കുത്തി, അപ്പിടി ഇപ്പിടി എന്ന് പറയും. അദ്ദേഹം പറഞ്ഞത് റിയാലിറ്റിയാണ്. ഇതാണ് അതിന്റെ വാസ്തവം. ബാക്കിയെല്ലാം വിള്ളലുണ്ട് എന്ന് പറയുന്നതൊക്കെ അത് പറഞ്ഞു വെക്കുന്നതാണോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നാണോ പറയുന്നത്? അല്ല, അത് ടെക്നിക്കലി ഇപ്പോഴും ഞാൻ ഇതിനകത്ത് കുറച്ച് പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്. ടെക്നിക്കലി ആ ഡാമിന്റെ സേഫ്റ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇത്രയും വെള്ളം കെട്ടിക്കിടക്കാം ചെറിയ രീതിയിലുള്ള അത് അപ്പൊ ഇടുക്കി ഡാമിലും ഉണ്ടാവും.
ഇടുക്കി ഡാം എല്ലാ ഡാമിലും ഉള്ള അതേ ആ ഒരു ആശങ്ക മാത്രമേ ഈ മുല്ലപ്പെരിയാർ ഡാമിലും ഉള്ളൂ. ഇനി നോക്കുകയാണെങ്കിൽ കേരളം ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിന്റെ തെക്ക് നിന്ന് വടക്ക് വരെ എത്ര ഡാമുകളുണ്ട്. ഈ കിഴക്കൻ മേഖലകളിലുടനീളം 100-ലധികം ഡാമുകളുണ്ട്. ഈ ഡാമുകളുടെ ഒന്നും സേഫ്റ്റി നമുക്ക് പ്രശ്നമല്ല. സേഫ്റ്റിയെ പറ്റി സംസാരിക്കാറുണ്ടോ? ആരെങ്കിലും സംസാരിക്കാറുണ്ടോ? കാര്യം അതാണ് ഇതിന് ടെക്നിക്കലിയും സയന്റിഫിക്കലിയാണ് ഇതിന് സംസാരിക്കുന്നത്. അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് വിദഗ്ധരാണ്, രാഷ്ട്രീയക്കാരല്ല. ഇതാണ് ഇതിന്റെ വാസ്തവം. ഇപ്പോഴത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് 142 അടിയിൽ കൂടുതൽ ഉയർത്താൻ കഴിയില്ല. അപ്പോൾ നിലവിൽ ആ ഒരു ഡാമിന്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെയും അതായത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് പറയുന്നതിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ അത്തരം നടപടികൾ ഒരിക്കലും തന്നെ ഞങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം പറയുമ്പോഴും ഒരു ഭീഷണിയാണ്, അതായത് ഇത് പൊട്ടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പം ഈ ആളുകൾ ഇങ്ങനെ പറയുന്നത് ഒരു പക്ഷെ വെറുതെ ആയിരിക്കും. കാരണം ഇപ്പൊ 132 അടി എന്നുള്ളത് 136 അടി എന്നുള്ളത് 142 അടി ആക്കുമ്പോഴത്തേക്കും അത് അവിടെ പ്രശ്നമുണ്ടാകില്ല. ഒരുപക്ഷെ അതിലും കൂടുതലാക്കുകയാണെങ്കിൽ പ്രശ്നമുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരങ്ങനെ അത് പറയണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടോ ആ ഒരു മുല്ലപ്പെരിയാറുണ്ട്? രേഷ്മ, ഇത് ഞാൻ ഇപ്പോഴും ഇതുവരെ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. ഇത് പറയേണ്ടത് ആരാണ്? ഇതിന്റെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉള്ളവരാണ് അതിനെപ്പറ്റി പറയേണ്ടത്. ഡാം സേഫ്റ്റി മാനേജ്മെന്റ്, ഡാം സേഫ്റ്റി, ഡാം എഞ്ചിനീയർ, വാട്ടർ എഞ്ചിനീയർ, ഇങ്ങനെയുള്ള വലിയൊരു സയന്റിഫിക് ഏരിയയാണത്. അങ്ങനെയുള്ളവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. അല്ലാതെ ഇപ്പൊ മോൻസ് ജോസഫിന് എന്തറിയാം ഡാമിനെ പറ്റി? ഒരു ഡാമിന്റെ സയൻസിനെ പറ്റി എന്തറിയാം? ആ മന്ത്രിയാണ്. ഒരു കാര്യമുണ്ട്, കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയാണ്. പുള്ളിയുടെ വീട്ടില്, അദ്ദേഹത്തിന്റെ വീട്ടില് ആർക്കെങ്കിലും അസുഖം വന്നാൽ അദ്ദേഹം ചികിത്സിക്കുമോ? അതോ അതിന്റെ വിദഗ്ധരെ കൊണ്ട് ചികിത്സിക്കുമോ? അതിന്റെ വിദഗ്ധരുണ്ട്. ആ വിദഗ്ധരുണ്ട്, കേരളത്തിലുമുണ്ട്, രാജ്യത്തുമുണ്ട്. തമിഴ്നാട് അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഇതുണ്ടെങ്കിൽ ആ ഒരു വിദഗ്ധ സമിതിയെ, ആ സേഫ്റ്റി കമ്മിറ്റി സർക്കാർ നിയോഗിക്കട്ടെ. അല്ലാതെ മോൻസ് ജോസഫോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ അല്ല അത് ചെയ്യേണ്ടത്. അതിന് അർഹതയുള്ള, അത് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കണം. അത് ഇപ്പൊ 136 അടിയാണ്, 142 അടിയാകുമ്പോൾ ഇത്ര ക്യൂബിക്സ് വെള്ളം കൂടുതൽ വരും, അത്ര ക്യൂബിക്സ് വെള്ളത്തിന്റെ എത്ര പ്രഷർ ഈ ഡാമിലേക്ക് വരും, അപ്പോൾ എത്ര പ്രഷർ ഈ ഡാമിന് താങ്ങാൻ കഴിയും, അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധ്യതകൾ, ഇങ്ങനെ ടെക്നിക്കൽ അനാലിസിസ് നടത്തി വേണം ഇതിനെപ്പറ്റി പറയാൻ. അങ്ങനെ ഇതുവരെ ഏതെങ്കിലും രേഷ്മ കേട്ടിട്ടുണ്ടോ? പറയുന്നതനുസരിച്ച് 60 വർഷം ആണ് ഒരു ഡാമിന്റെ സമയപരിധി എന്നാണ്. അപ്പൊ 132 വർഷം ആയി, ഈ ഒരു 131 വർഷമായി. അപ്പോ അത് ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ടായിരിക്കത്തില്ലേ ഒരു പക്ഷെ ഇവർ പറയുന്നത്? അല്ലല്ല, ഞാൻ പറയും, ഇന്ത്യയിൽ 200 ഡാമുകളുണ്ട് 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ളത്. ലോകത്തിൽ 6000-ത്തിലധികം ഡാമുകളുണ്ട് 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളത്. ഒരു കാലത്ത് പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഇലക്ട്രിസിറ്റി അങ്ങോട്ട് ആവശ്യം ഭയങ്കരമായിട്ട് വന്ന സമയത്ത്, അതേപോലെ ഈ ജലസേചനത്തിന്റെ കാര്യം വളരെ, ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം എന്ന് പറയുന്നത് ലോകം മുഴുവനും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയൊക്കെ പെട്ടെന്നുള്ള ഒരു എക്സ്പ്ലോഷനാണ് ഉണ്ടായത്. ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം ഒരുപാട് കൂടി, കൃഷിയുടെ ആവശ്യം കൂടി. ആ സമയത്ത് വെള്ളം അത്യാവശ്യമാണ്. ആ കാലത്ത്, അതായത് ഒരു 19-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ ഒരു 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ, ഏകദേശം ഒരു 1970-കൾ വരെയാണ് ഈ ലോകത്തിന്നുള്ള 60,000-ത്തോളം ഡാമുകൾ മുഴുവനും പണിഞ്ഞു കൂട്ടിയത്. അത്രയും. അതിൻ്റെ അകത്ത് ഒരു 7,000-ത്തോളം ഡാമുകൾക്ക് ഈ 100 വർഷം, 120 വർഷം, 130 വർഷം പഴക്കമുണ്ട്. ഡാമിന് പഴക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഡാമിന്റെ സേഫ്റ്റിക്ക്, ഒന്നാമത് ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പം ഈ ഡാമിന്റെ ഭാരമുണ്ടല്ലോ, ആ മെറ്റീരിയലിന്റെ ഭാരമാണ് ഇതിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. ഈ ഡാമിന്റെ ബലം അതാണ്
ആ ഭാരം എന്ന് പറയുന്നത് ഒരിക്കലും കുറയുന്നില്ല. അതിലേക്ക് ഭാരം കൂടുതൽ ആഡ് ചെയ്തിട്ടുമുണ്ട്. ഇത് ഗ്രാവിറ്റി ഡാമാണ്. ഡാം എന്ന് തന്നെ പലതരത്തിലുള്ള ഡാമുണ്ട്. ആർച്ച് ഡാമുണ്ട്, ഗ്രാവിറ്റി ഡാമുണ്ട്, അതേപോലെ എർത്ത് ഡാമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഓരോ പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിലാണ് ഡാമുകൾ പണിയുക. ഇത് ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാമിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ അതിന്റെ ഭാരമാണത്. ആ ഭാരം കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഭാരത്തിന് പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ആ ഡാമിന്റെ സേഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പാരാമീറ്റർ. ഇവിടെ ഭാരം ആഡ് ചെയ്തിട്ടുണ്ട്. ഭാരത്തിന് കുറവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിലേക്ക് കൂടുതൽ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഡാം, അതായത് 130 വർഷം എന്ന് പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, 70കളിലും 70കളുടെ അവസാനം മുതൽ 80കളുടെ ആദ്യ ഒരു പകുതി വരെ ഒരു 6-7 വർഷം ഈ ഡാമിൽ ഹ്യൂജ് റീഇൻഫോഴ്സ്മെന്റ് നടന്നിട്ടുണ്ട്. വളരെ വലിയ രീതിയിലുള്ള വർക്ക് ഈ ഡാമിൽ നടന്നിട്ടുണ്ട്. പഴയ ഡാം ശരിക്കും ഇപ്പോൾ ഉള്ളിലാണ്, അതിന്റെ പുറത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ആണ്. അങ്ങനെ ആഡ് ചെയ്ത് ഇതൊരു പുതിയ ഡാമിന്റെ എല്ലാ സേഫ്റ്റി മെഷേഴ്സും അതിലുണ്ട്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്കിനി എത്ര തെറി കേൾക്കും എന്നുള്ളത് വേറെ കാര്യം, നിങ്ങൾക്ക് അത് നമുക്കറിയില്ല. ഇതാണ് നമ്മൾ യാഥാർത്ഥ്യത്തിനെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കണം. ഇവിടെ പക്ഷെ എന്നാൽ കേരളത്തിന്റെ വേറൊരു കാര്യമുണ്ട്. കേരളത്തിന് അർഹിക്കുന്ന പണം കിട്ടണ്ടേ? വേണം, 100% അത് അതില്ല. അതിനുള്ള കാര്യങ്ങൾ നീക്കുക, അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക. അല്ലാതെ ഇപ്പൊ ഈ വനംവകുപ്പിന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം മുല്ലപ്പെരിയാറിലെ വനഭൂമിക്ക് ഒരേക്കറിന് 75,000 രൂപയെങ്കിലും പാട്ടമായി വാങ്ങേണ്ട സ്ഥാനത്ത് വെറും 30 രൂപയാണ് കേരളം ഇപ്പോഴും ഈടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു കുടിശ്ശിക ഇനത്തിൽ മാത്രം കേരളത്തിന് ലഭിക്കേണ്ടതിന് 15,000 കോടിയോളം രൂപയാണ് തമിഴ്നാടിന്റെ ലാഭമായിട്ട് മാറിപ്പോയത്. ഇത് ആര് കാരണമാണ്? ഈ പറയുന്നത് പോലെ തന്നെ ആരാണ് ഇത് ഇവിടെ തടസ്സം നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കരാറ് പുതുക്കാത്തത്? തമിഴ്നാടിന് ലാഭമാക്കി കൊടുക്കുന്നതിന് പിന്നിൽ എന്താണ്? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്നിരുന്ന ഒരാളാണ്, കേന്ദ്രം പുറത്താക്കിയ ഒരാളാണ് ഇപ്പൊ അവിടുത്തെ ജലത്തിന്റെ കമ്മീഷണറായിട്ട് വന്നിരിക്കുന്നത്, ഡാം കമ്മീഷണറായിട്ട് വന്നിരിക്കുന്നു. അതാണ് പറഞ്ഞത്. ഇത് തമിഴ്നാട് ഇക്കാര്യത്തിൽ വളരെ സ്മാർട്ടായിട്ടാണ് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നത്. വളരെ സ്മാർട്ടായിട്ട് അവര് സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്ന സമയത്ത് അതിന്റെ സേഫ്റ്റി, എഞ്ചിനീയേഴ്സ്, ആ രീതിയിലുള്ള ടെക്നിക്കലിയാണ് അവരിതിനെ ഫേസ് ചെയ്യുന്നത്. വളരെ കാര്യം, അവർക്ക് ആ വെള്ളം വളരെ വിലപ്പെട്ടതാണ്. ആ വെള്ളമില്ലെങ്കിൽ, മുല്ലപ്പെരിയാറിലെ വെള്ളമില്ലെങ്കിൽ കമ്പം, തേനി ജില്ലകളും മരുഭൂമിയായി പോകും. ഇതാണ് അവർ വാസ്തവം. അതുകൊണ്ട് അവർ ഏതറ്റം വരെയും അതിന് പോകും, അതിൻ്റെ അതൊരു സംശയമില്ല. പക്ഷെ കേരളത്തിന് കിട്ടാനുള്ള അർഹതപ്പെട്ട പണം കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ പിടിപ്പുകേടാണ്. ഇവർ ഈ ഓരോ വർഷാവർഷം ഇരുന്ന് ഈ വൈകാരികത ഇളക്കി വിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിന് അർഹതയുള്ള കാര്യങ്ങൾ പിടിച്ചു വാങ്ങാനും നെഗോഷിയേറ്റ് ചെയ്യാനും കഴിയുന്ന ആ ഒരു സർക്കാർ ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നമാണത്. ഇപ്പം ശരിക്ക് ആ രീതിയിൽ ഒരു പക്ഷേ എനിക്ക് അതിന്റെ നിയമവശങ്ങൾ കൂടുതൽ അറിയില്ല, എങ്കിലും പറയാണ്. കാര്യം ഇതിൻ്റെ അകത്ത് ഇപ്പോഴും കൊടുക്കുന്നത് 1000 കോടി രൂപയുടെ അടുത്ത് കിട്ടേണ്ടിടത്ത് ഇപ്പോഴും കിട്ടുന്നത് 10 ലക്ഷം രൂപയാണ്. ഇതൊരു അനീതിയാണ്. അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല, അതൊരു വലിയ അനീതി തന്നെ. അതിനെ ആ ലെവലിൽ ഫേസ് ചെയ്യണം. ഏതാ ഒരു പക്ഷെ ആരുടെയെങ്കിലും ഒക്കെ പോക്കറ്റിലായി കാണില്ലേ? അതാ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് ബജറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ബജറ്റിൽ ചെയ്തിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റിയിൽ ഇവർ പണമടയ്ക്കുന്ന ദിവസം അവിടെ വലിയ ഫീസ്റ്റാണ്, ആഘോഷമാണ്. ഉദ്യോഗസ്ഥർക്ക് പൈസ കിട്ടുന്ന സമയമാണത്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കോടി രൂപയാണ് അവർക്ക് ലാഭം തമിഴ്നാടിന്. അതിൽ നിന്നൊരു വിഹിതം ഇവിടെ കൈക്കൂലി കൊടുത്താൽ എന്താ? ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ ഒരു ഡാമിന്റെ ഇഷ്യൂ, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം പൊങ്ങും എന്ന് ഭീതിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ വെള്ളം പൊങ്ങുമ്പോൾ അത് പൊട്ടും എന്ന രീതിയിൽ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ സത്യത്തിൽ അങ്ങനെ നടക്കുന്നതല്ല എന്നത് തന്നെയാണല്ലേ? അല്ല, ഇതൊരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കുന്നതാണ്. ഒരു വൈകാരികത, എന്ത് കാര്യത്തിലും അതിൻ്റെ അകത്തൊരു വൈകാരികത ഉണ്ടാക്കി യാഥാർത്ഥ്യം മറച്ചു വെക്കുക, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത്
കേരളത്തിന്റെ ഒരു നമ്മുടെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കത് വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും അത് അംഗീകരിക്കേണ്ടി വരും.